പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. ഒന്നാം പ്രതി ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് എത്തിച്ചു. അവരെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതിക്ക് വധശിക്ഷ വേണം എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തറും സലീം മാലിക്കും MG പ്രതീക്ഷയും ചേരും. ആദ്യം ഷബീദ് റാവുത്തറിലേക്ക്. ഷബീദ്, ഈ ഒന്നാം പ്രതി ഗ്രീഷ്മ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. വിവരങ്ങൾ എപ്പോഴായിരിക്കും ഏകദേശം ഈ ജഡ്ജി വിധി പറയുക? SK അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നും ഗ്രീഷ്മയുമായിട്ടുള്ള പോലീസ് സംഘം അവർ ഇവിടേക്ക് നെയ്യാറ്റിങ്കര കോടതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 11 മണിക്കായിരിക്കും കോടതി ചേരുക. 11:30 നമുക്ക് ആ ചരിത്രവിധി പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിർണായകമായിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവത്തിൽ നിർണായകമായിരുന്നു അതിൻ്റെ വാദപ്രതിവാദങ്ങൾ. ശിക്ഷാവിധിയിലുള്ള വാദപ്രതിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ്, അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണം. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹത്തെ കൊല്ലാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. ഗ്രീഷ്മയ്ക്ക് കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു. ചെകുത്താൻ ചിന്തയായിരുന്നു ഗ്രീഷ്മയ്ക്ക്. മാത്രവുമല്ല, ഷാരോൺ 11 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവേ അനുഭവിച്ച വേദനയ്ക്കപ്പുറം മറ്റൊരു വേദനയുമില്ല. കാരണം നാവൊക്കെ അടർന്ന് ആന്തരികാവയവങ്ങളിൽ നിന്ന് രക്തം വാർന്ന് മരിക്കുന്ന സാഹചര്യം അതുണ്ടായി. അത്രത്തോളം വേദന ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചു. അതുകൊണ്ട് ഇതിന് പ്രത്യേക കേസായി കണ്ടുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിന്മേൽ വാദം കേൾക്കുമ്പോൾ കോടതിയിൽ അറിയിച്ച കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം ഈ കേസ് അല്ലെങ്കിൽ ശിക്ഷാവിധി അതിൽ വാദം കേൾക്കുമ്പോൾ ആദ്യം തന്നെ കോടതി ഗ്രീഷ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഗ്രീഷ്മ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു അപേക്ഷ അത് കോടതിക്ക് മുൻപിൽ കൊടുക്കുകയാണ് ചെയ്തത്. പറഞ്ഞ കാര്യം, താൻ MA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. മാത്രമല്ല, തനിക്ക് തുടർ പഠനത്തിന് ആഗ്രഹമുണ്ട്. തൻ്റെ മാതാപിതാക്കൾക്ക് താൻ ഒരൊറ്റ മകളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രായം പരിഗണിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ അപേക്ഷയായി കോടതിക്ക് മുൻപിലേക്ക് വെച്ചു. പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറും ചില വാദങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഒന്നാമത്തെ വാദം, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട കേസിൽ എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയും എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, ഈ ബന്ധത്തിൽ നിന്നും പലപ്പോഴായി ഗ്രീഷ്മ ഇറങ്ങി വരാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ വിടാതെ പിന്തുടർന്നത് ഷാരോണാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഗ്രീഷ്മ അതിന് കഴിയാതെ വന്നതോടുകൂടി കൊലപാതകത്തിലേക്ക്, ആ കൃത്യത്തിലേക്ക് എത്തിച്ചേർന്നതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രായം പരിഗണിച്ചും പ്രതിക്ക് മാനസാന്തരപ്പെട്ട സമൂഹത്തിൽ തിരികെ വരാനുള്ള, സമൂഹത്തിൽ തിരികെ ജീവിക്കാനുള്ള കാര്യം അതുകൂടി പരിഗണിക്കണം എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ വിചാരണ ഘട്ടത്തിൽ എപ്പാടും നമ്മൾ കണ്ടൊരു കാര്യം, പ്രോസിക്യൂഷൻ സാഹചര്യ തെളിവുകൾ, ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ണിങ്ങായി നിരത്തിയിട്ടുണ്ട് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ ഇക്കാര്യത്തിലെടുക്കുന്ന വിധി, അല്ലെങ്കിൽ പറയുന്ന വിധി, അതെന്ത് തന്നെയാണെങ്കിലും നിർണായകമാകും. ഈ ഒരൊറ്റ വിധി കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവസാനിക്കുന്നു നമുക്ക് പറയാനും കഴിയില്ല. കാരണം സ്വാഭാവികമാണ്. മാത്രമല്ല, ഈ കേസിൽ 2 പ്രധാനപ്പെട്ട പ്രതികൾക്കാണ് ഇന്ന് ശിക്ഷ വിധിക്കുന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ, അദ്ദേഹത്തിനെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം അത് തെളിഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രതികൾക്കാണ്. രണ്ടാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ഏതായാലും ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചാൽ അത് വലിയ സംഭവമായി മാറും, വലിയൊരു ചരിത്ര സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറാണ് ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്നത്. മിസ്കേ, നമുക്കപ്പം മറ്റൊരു വാർത്തയിലേക്ക്. നമുക്ക് അല്പസമയത്തിനകം ഈ ഷാരോൺ കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ പറയും. നമുക്ക് വളരെ താമസമില്ല ഒന്നാം പ്രതിക്കും മൂന്നാം പ്രതിക്കും എന്ത് ശിക്ഷ കിട്ടും എന്നറിയാൻ. എന്തായാലും പ്രതി കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള വാദഗതികളാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ച് പ്രതിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്.